3 പതിറ്റാണ്ടുകൾക്ക് ശേഷം അവർ വീണ്ടും ഒത്തുചേർന്നു. ഒരുമിച്ച് പഠിച്ച് പല വഴി പിരിഞ്ഞവർ. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. പാഠങ്ങൾ പകർന്നു തന്ന അധ്യാപകർ. മാട്ടൂൽ ഹൈസ്കൂളിൽ അവർ വീണ്ടും എത്തി. 30 വർഷത്തിനിടയിൽ സ്കൂളിനോട് വിട പറഞ്ഞവരുടെ ഒത്തുചേരൽ. അങ്ങനെ ഒരു വേദിയായിരുന്നു അക്ഷരമുറ്റത്ത് ഒരു വട്ടം കൂടി. ഓരോരുത്തരും അതാത് ക്ലാസ് മുറിയിലേക്ക്. പഴയ ശീലം മറക്കാത്ത കൂട്ടുകാർ ഒത്തുകൂടിയപ്പോൾ ഒരുപാടുണ്ടായിരുന്നു അവർക്ക് പങ്കുവെക്കാൻ. പ്രായമേറെയെങ്കിലും അധ്യാപകരുടെ മുന്നിൽ അനുസരണയുള്ള കുട്ടികളായി മാറി. ഉപ്പിലിട്ടതും അച്ചാറും നാരങ്ങ വെള്ളവുമെല്ലാം സ്കൂളിൽ ഒരുക്കി. അങ്ങനെ പഴയ നല്ല കാലത്തിൻ്റെ ഓർമ്മകൾ പുതുക്കിയവർ. നമ്മൾ പഴയ അധ്യാപകരെ ആദരിക്കുകയും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒത്തുകൂടി പഴയ കാലത്തേക്ക് തിരിച്ചുപോയി ഇന്ന് പഴയ ഓർമ്മകളെല്ലാമായിട്ട് ആ സ്കൂൾ മുറ്റത്തായിരിക്കും ഇന്ന് കംപ്ലീറ്റ് നമ്മൾ ചിലവഴിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഇവിടെ കമ്മിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഗംഭീര പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അത് ഇനിയുള്ള ഒരു 30 വർഷം ഓർമ്മിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഈ റോട്ടിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ വരുന്നത് 30 വർഷത്തിന് ശേഷം. പറയുന്നതിനേക്കാൾ കൂടി നമ്മൾ അത്ഭുതം കൊണ്ട് ഇങ്ങനെ ഞെട്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ കഴിഞ്ഞ 30 വർഷങ്ങൾ വെറും ഇന്നലെ കഴിഞ്ഞ പോലെ നമുക്ക് തോന്നുന്നത്. മാട്ടൂൽ CH മുഹമ്മദ് കോയ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1996-97 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം അക്ഷരമുറ്റത്ത് ഒരു വട്ടം കൂടി എന്ന പേരിൽ ഒത്തുകൂടി. പരിപാടി മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീർ ബി മാട്ടൂൽ ഉദ്ഘാടനം ചെയ്തു. ആ 30 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഈ കലാലയം നൽകിയ സൗഹൃദത്തിന്റെ ആ പെരുമയിലാണ്, ആ മഹിമയിലാണ് നിങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കാൻ പ്രാപ്തമാക്കിയത് ഈ കലാലയമാണ് എന്നുള്ളത്. സാജിദ ടീച്ചർ അധ്യക്ഷയായി. ഷബീർ രവി സ്വാഗതം പറഞ്ഞു. പൂർവാധ്യാപകരായ ഖാലിദ് മാസ്റ്റർ, ലത്തീഫ് മാസ്റ്റർ, ഗീത ടീച്ചർ, ബിന്ദു ടീച്ചർ, ആനന്ദൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു. പൂർവാധ്യാപകരെ പൊന്നാടി അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഗ്രൂപ്പ് ഫോട്ടോ സെഷനും നടന്നു. ഞങ്ങൾ 30 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഒന്നിക്കുന്നത്. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ അന്നത്തെ ജീവിതം നല്ലൊരു ജീവിതം. ഇപ്പോൾ ഓരോ മുഖങ്ങൾ കാണുമ്പോൾ ചില ആളുകളെല്ലാം മനസ്സിലാകുന്നുണ്ട്, ചില ആളെല്ലാം പേര് ചോദിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ മനസ്സിലാകുന്നുള്ളൂ. ഒന്നാമത്തെ ലേഡീസ് നല്ലോണം മാറിയിട്ടുണ്ട്. അറിയിക്കാൻ പറ്റാത്ത സന്തോഷം, വാക്കുകൾക്ക് അതീതം. അത്രയ്ക്കും ഭയങ്കര സന്തോഷം. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാട്ടൂൽ ഹൈസ്കൂളിൽ നിന്നും T ബാബു, പഴയങ്ങാടി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലൂട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഉഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.